Hi, today we are going to discuss a new grammar topic. പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ. നിങ്ങൾ ചെറിയ മക്കളാകുമ്പോൾ നമ്മളോട് ഗ്രാമറിൻ്റെ എവിടെ നിന്നാണ് ഗ്രാമർ പഠിച്ചു തുടങ്ങേണ്ടത്, എവിടെ നിന്നാണ് ഇംഗ്ലീഷിൻ്റെ ലോകം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചെറിയ കുഞ്ഞു മക്കളോടൊക്കെ പറയും ആർട്ടിക്കിൾ മുതലൊക്കെ തുടങ്ങാമെന്ന് പറയും. കുറച്ചും കൂടെ അങ്ങോട്ട് എത്തുമ്പോൾ നമ്മളോട് പറയും പാർട്സ് ഓഫ് സ്പീച്ച് മുതൽ പഠിച്ചു തുടങ്ങാമെന്ന്. ഗ്രാമർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പഠിച്ച് എവിടെ നിന്ന് തുടങ്ങണം? ഈ പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ച് മുതൽ തുടങ്ങണം. ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് അതിൻ്റെ എല്ലാ പാർട്ടുകളും വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു 80% ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. കാരണം ഇതൊരു വലിയ ലോകമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ആദ്യം ഒന്ന് തുടങ്ങാം. പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച്. Part of speech can be defined as word as that perform different roles in a sentence. എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് വേർഡ്സുകളുണ്ട്, ഇഷ്ടം പോലെ അല്ലേ, ഇഷ്ടം പോലെ എല്ലാ വേർഡ്സുകളും ഈസ്, ആം, ആറ്, വെർബ്, നൗണ്, പ്രൊണൗണ്, ആളുകൾ, വാക്കുകൾ, കളിക്കുന്നു, ഇരിക്കുന്നു, തിന്നുന്നു, ഡേയ്സ്, സെൻറ്റൻസ്, ഒത്തിരി വാക്ക്. ഇംഗ്ലീഷിൽ നിങ്ങൾ കണ്ടിട്ടില്ല എല്ലാ വേർഡ്സും, ഇഷ്ടം പോലെ വേർഡ്സ് അല്ലേ. ഈ വാക്കുകളേക്ക് ഡിഫറെൻ്റ് കാറ്റഗറികളായിട്ട് തിരിച്ചു. എങ്ങനെ? അവർ പെർഫോം ചെയ്യുന്ന റോളിനെ ബേസ് ചെയ്തിട്ട്, ആ വേർഡുകൾ പെർഫോം ചെയ്യുന്ന റോളിനെ ബേസ് ചെയ്തിട്ട് അവർ ഡിഫറെൻ്റ് കാറ്റഗറികളായിട്ട് തിരിച്ചു. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് എന്താ ഒന്നായിട്ട് കാണുന്നതിലും ബെറ്ററാണ് ഇങ്ങനെ ചെറിയ കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാറ്റഗറികളായിട്ട് ഇവരൊക്കെ തിരിച്ച് അവരെ പെർഫോം ചെയ്യുന്ന റോളിനെ ബേസ് ചെയ്തിട്ട്, അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, ഇനി അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് ആർ ഡിവൈഡഡ് ഇൻ ടു 1, 2, 3, 4, 5, 6, 7, 8. എത്രയാണ്? 8 1. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ നൗൺ. എന്താണ്? നൗൺ. ദെൻ സെക്കൻഡ് വൺ പ്രൊനൗൺ. ദെൻ അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ. ഏതൊക്കെയാണ്? 8 1 ആണുള്ളത്. നൗൺ, പ്രൊനൗൺ, ദെൻ അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, ദെൻ പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ. എത്രയാണ്? 8 1 ആണുള്ളത് കേട്ടോ. ഈ 8 1 കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് വൺ നൗൺ. എന്താണ് നൗൺ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാമങ്ങൾ അല്ലേ. ഒത്തിരി പഠിച്ചു കഴിഞ്ഞു. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാമങ്ങളാണ്. ഓക്കെ, നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ് ഓർ ഐഡിയ, എനിത്തിങ്. ഓക്കെ, ഒരു വ്യക്തിയുടെ പേരോ, ഒരു സ്ഥലത്തിൻ്റെ പേരോ, ഒരു മൃഗത്തിൻ്റെ പേരോ, ഒരു എന്തും ആവട്ടെ, ഒരു പ്ലേസിൻ്റെ പേരോ, ഒരു ഐഡിയക്കോ, എന്തിനും എന്താണ് പറയുക? നൗൺ ആണ് പറയുക. ഓക്കെ, രാജു, രാധ, കാലിക്കറ്റ്, പെൻ, ബാഗ്, ലവ്, സൊറോ, ഹാപ്പിനെസ്, എല്ലാതും എന്താണ്? നൗൺ ആണ്. ഓക്കെ, ദെൻ പ്രൊനൗൺ. It is a word used instead of a noun. നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. രാജു ഈസ് എ ഗുഡ് ബോയ്. രാജു എന്താണ്? രാജു എൻ്റെ ഫ്രണ്ടാണ്. ഈസ് എ ഗുഡ് ബോയ്. രാജു ഒരു നല്ല പാട്ടുകാരനാണ്. അവൻ്റെ കയ്യിൽ നല്ലൊരു അടിപൊളി പിയാനോ ഉണ്ട്. ഇതൊക്കെ പറയണം അല്ലെ. രാജുവിൻ്റെ കയ്യിൽ എന്തുണ്ട്? നല്ലൊരു രാജു എൻ്റെ കൂട്ടുകാരനാണ്. രാജു നല്ലൊരു പാട്ടുകാരനാണ്. രാജുവിൻ്റെ കയ്യിൽ നല്ലൊരു പിയാനോ ഉണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ എന്താണ്? നമുക്ക് റിപ്പീറ്റ് ചെയ്യാണ്. രാജു രാജു രാജു. എന്താണ് റിപ്പീറ്റേഷൻ? റിപ്പീറ്റേഷൻ ഇസ് എന്താണ്? റിപ്പീറ്റേഷൻ ഇസ് ബോറിങ് അല്ലേ മക്കളെ. റിപ്പീറ്റേഷൻ നമ്മൾ എന്ത് റിപ്പീറ്റ് ചെയ്താലും ബോറിങ് ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം മാത്രം രാജുവിനെ എടുക്കാം. രാജു ഈസ് മൈ ഫ്രണ്ട്. അവിടെ മാത്രം രാജു. പിന്നെ ഹീസ് എ ഗുഡ് സിംഗർ. രാജുവിന് പറയാം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹീ യൂസ് ചെയ്യാം. അതുപോലെ അവൻ്റെ കയ്യിലുണ്ടെന്ന് പറയാം നമുക്ക് ഹിസ് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ എന്തായി? ഒരു തവണ മാത്രമേ രാജു യൂസ് ചെയ്യൂ. പകരം പിന്നീട് രാജുവിനൊക്കെ പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഹീയും ഹിസ് യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ ആ നൗണ് എന്ന് പറയുന്ന, രാജു എന്ന് പറയുന്ന നൗണിന് പകരം നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? ഹീ, ഹിസ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ് എന്ത്? പ്രൊനൗൺ. എക്സാമ്പിൾ, ഐ, വി, യു, മൈസെൽഫ്, ഹിംസെൽഫ്, ഹിസ്, ഹെർ, ഹൂ, വിച്ച്, ഹൂം, ദാറ്റ്, ഹൂസ്. ഇതൊക്കെ വളരെ വിശദമായിട്ട്, ഇത് ഓരോന്നിൻ്റെയും യൂസ് വളരെ വിശദമായിട്ട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ adjective. എന്താണ് adjective? An adjective is a word that describe noun or pronoun. എന്താണ്? നൗണിനെയും പ്രൊനൗണിനെയും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യുക അല്ലേ. നൗണിനെയും പ്രൊനൗണിനെയും ഒന്ന് ഭംഗി കൂട്ടി മോഡിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് ഒന്ന് ക്വാളിഫൈ ചെയ്യാനൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ,
നമ്മളിവിടെ എന്ത് പറഞ്ഞു? രാജു ഇസ് എ ഗുഡ് ബോയ്, രാജു ഇസ് എ ബോയ് എന്ന് പറഞ്ഞു അല്ലെ. രാജു എന്താണ്? രാജു ഇസ് എ ബോയ്, രാജു എന്താണ്? ഒരു ആൺകുട്ടിയാണ്. അപ്പൊ ഈ ബോയ് എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടെ എന്താണ് വരുന്നത്? ബോയ് എന്ന് പറയുന്നതാണ് ഇവിടെ നൗണ്. ആ നൗണിനെ നമുക്ക് എന്തുകൊണ്ട് മോഡിഫൈ ചെയ്യാം? ഗുഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് കൊണ്ട് മോഡിഫൈ ചെയ്യാം. രാജു ഇസ് എ ഗുഡ് ബോയ്. അതുപോലെ ഗേൾ എന്ന് പറയുന്ന നൗണിനെ നമ്മൾ എന്തുകൊണ്ട് മോഡിഫൈ ചെയ്തു? എന്തുകൊണ്ടാണ് നമ്മളത് ക്വാളിഫൈ ചെയ്തത്? ക്യൂട്ട് എന്ന് പറയുന്ന വാക്ക്. ഫ്ലവറിനെ നമ്മൾ ഇവിടെ എന്തുകൊണ്ട് ചെയ്തു? ബ്യൂട്ടിഫുൾ. റോസിന് റെഡ് റോസ്. ഇങ്ങനെയൊക്കെ നൗണിനെയോ അല്ലെങ്കിൽ പ്രൊണൗണിനെയോ ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങനെയുള്ള വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നൗൺ, പ്രൊണൗൺ, അഡ്ജക്റ്റീവ്, ഇത് മൂന്നും വളരെ കണക്റ്റീവ് ആണ്. ഓക്കെ, നൗണിന് പകരം ഉപയോഗിക്കുന്നത് പ്രൊണൗൺ, ഈ നൗണിനെയും പ്രൊണൗണിനെയും മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ് എന്ത്? അഡ്ജക്റ്റീവ്. ഓക്കെ, ദെൻ വെർബ്. വെർബ് എന്താന്നല്ലേ? വെർബ് എന്താന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് എന്തിനാ അല്ലെ? പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ടെൻസൊക്കെ പഠിച്ച് നിങ്ങൾക്ക് എന്ത് വെർബ് അറിയാതിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന വെർബ് തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന അത്ര വെർബ് പോലും ഇവിടെ ഇല്ല. ഓക്കെ, ദെൻ വെർബ് മീൻസ് എന്താണ്? ക്രിയയാണ്. വെർബ് ഇസ് എ വേർഡ് വിച്ച് ഷോസ് ആൻ ആക്ഷൻ. ഒരു ആക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണ്. വെർബ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? വെർബ് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് അല്ലെ. പ്ലേ, ഈറ്റ്, ജാമ്പ്, റൈറ്റ്, സ്ലീപ്പ്, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയാണ്. അതുപോലെ ഞാൻ മറ്റൊന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മോഡൽ ഓക്സിലറീസ്, ഓക്സിലറി വെർബുകൾ അല്ലെ. മോഡൽ അല്ല, ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് അല്ലെ. ഹെൽപ്പിംഗ് വെർബ്സ്, ആക്ഷൻ വെർബ്സ്, മെയിൻ വെർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വെർബുകൾ കുറേ ഉണ്ട്. ഈസ്, ആം, ആർ, ബി ഫോം, ഹാസ്, ഹാവ്, ഹാഡ്, വാസ്, വർ, വില്ല്, ഷാൾ, ഇതൊക്കെ എന്താണ്? എല്ലാം വെർബുകളാണ്. അങ്ങനെ ആ ഒരു പാർട്ടിൽ, ഗ്രാമർ പാർട്ടിൽ വരുന്ന വെർബുകൾ, ഓക്സിലറി പാർട്ടിൽ വരുന്ന വെർബുകൾ ഒത്തിരി ഉണ്ട്. ഗ്രാമർ പാർട്ടിൽ വരുന്ന വെർബുകളൊക്കെ പ്രസന്റും ടെൻസുകളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് എന്ത്? ആക്ഷൻ വേർഡ്സുകളും. ആക്ഷൻ വേർഡ്സുകളും എന്താണ്? ആക്ഷൻ വെർബുകളുമാണ് അല്ലെ. അതും എന്താണ്? വെർബാണ്. അപ്പൊ ഈ വെർബിന്റെ ഡിഫറെന്റ് ടൈപ്പുകളുണ്ട്. സോ എക്സാമ്പിൾ, ഹി പ്ലേസ് ക്രിക്കറ്റ്. എന്താണ്? ഹി പ്ലേസ് ക്രിക്കറ്റ്. ഐ ലൈക്ക് ആപ്പിൾ. ഇതൊക്കെ എന്താണ്? വെർബാണ് അല്ലെ. ദെൻ ആഡ്വർബ്. എന്തോ ഒരു വെർബിന് തൊട്ട് താഴെ ആഡ്വർബ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വെർബായിട്ട് എന്തോ ഒരു ബന്ധം ഇതിനുണ്ട്. വെർബിന് തൊട്ട് മുമ്പിൽ ഒരു AD മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പൊ അതുമായിട്ട് ഇതിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതെ, നോക്കാം. ആൻഡ് ആഡ്വർബ് മോഡിഫൈ എ വെർബ്. എന്താണ്? ഒരു വെർബിനെ മോഡിഫൈ ചെയ്യാനാണ് ആഡ്വർബ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, വെർബിനെ മോഡിഫൈ ചെയ്യാനാണ് അഡ്വർബ് എന്നാണ് ഒറ്റയടിക്ക് നമ്മൾ പറയാറുള്ളത് പെട്ടെന്ന് ആൻസർ ചോദിക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അഡ്ജക്റ്റീവിനെ നമ്മൾ എന്താണ്? നൗണിനെയോ പ്രൊണൗണിനെയോ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആൻഡ് അനദർ ആഡ്വർബ്. അഡ്വർബിന് ഒരു അഡ്വർബിന് മറ്റൊരു അഡ്വർബിൽ പോയിട്ട് മോഡിഫൈ ചെയ്യും. അതുപോലെ അഡ്ജക്റ്റീവിനെ എന്ത് ചെയ്യാറുണ്ട്? മോഡിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ചോദിക്കുമ്പോൾ അഡ്വർബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിയാണ് എന്ത്? വെർബിനെ മോഡിഫൈ അല്ലെങ്കിൽ വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? അഡ്വർബ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കുറച്ച് എക്സാമ്പിൾ. സൈലന്റ്ലി, ബാഡ്ലി, റിയലി. ഓക്കെ, അവൻ വളരെ സൈലന്റ് ആയിട്ടാണ് ഉറങ്ങുന്നത് അല്ലെ. സൈലന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവൻ ഉറങ്ങുന്നത് അല്ലെ. അങ്ങനെ പറയാറില്ലേ? അവന്റെ ഉറക്കം എങ്ങനെയാണ്? സ്ലീപ്പ് എങ്ങനെയാണ്? സൈലന്റ്ലി ആണ്. വളരെ സൈലന്റ് ആയിട്ടാണ്, വളരെ കാമായിട്ടാണ് ഉറങ്ങുന്നത് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അവൻ വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്തതെന്ന് പറയില്ലേ. വളരെ മോശമായിട്ടാണ് ടോക്ക് ചെയ്തതെന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ആ വെർബിന്, ആ സംസാരത്തിന് വളരെ മോശമായിട്ടാണ് ഉറങ്ങുന്നത്, എങ്ങനെ? വളരെ കാമായിട്ടാണ്. അപ്പോൾ ആ ഉറക്കത്തെ എന്തെങ്കിലും കാം എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വേർഡ് കൊണ്ട് എന്താണ്? മോഡിഫൈ ചെയ്യണം. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഈ റൺ എന്താണ്? ഒന്ന് പറഞ്ഞേ. റൺ എന്താണ്? റൺ എന്താണ്? ആക്ഷൻ വേർഡാണ് അല്ലെ. അല്ലെങ്കിൽ റൺ എന്താണ്? ആക്ഷൻ വെർബാണ്. റൺ എന്താണ്? ഇവിടുത്തെ വെർബാണ്. ഈ റൺ എന്ന് പറയുന്ന വെർബിനെ എന്തുകൊണ്ടാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ടാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്? ഫാസ്റ്റ് എന്ന് പറയുന്ന അഡ്വർബ് കൊണ്ടാണ്. ഓക്കെ, ദെൻ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. വെരി ബ്യൂട്ടിഫുൾ എന്താണ്? അവിടെ വെർബ് ഉണ്ടോ? ഒന്ന് പറഞ്ഞ്. അവിടെ ഒരു ആക്ഷൻ വെർബ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അവിടെ ഒരു പ്രവൃത്തി കാണുന്നില്ല. അവിടെ രണ്ടും എന്താണ്? ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവാണ്. ഇതാ ഞാൻ പറഞ്ഞത്. ഒരു അഡ്ജക്റ്റീവിനെ വേണമെങ്കിൽ അഡ്ജക്റ്റീവിനെ വരെ എന്ത് ചെയ്യും? അഡ്വർബ് വന്നിട്ട് മോഡിഫൈ ചെയ്യും. ഓക്കെ, വെരി എന്ന് പറയുന്നത് അഡ്വർബാണ്, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ്. അല്ലാതെ ഒരു ആക്ഷൻ വേർഡിനെ അല്ല അവിടെ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി കണ്ടോ,
ഷീ സാങ് എന്ന് പറയുന്നത് എന്താണ്? സാങ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് എന്താണ്? വെർബ് തന്നെയാണ് അല്ലെ, ആക്ഷൻ വെർബ് തന്നെയാണ് എന്ത് പറയുന്നത്? സാങ് എന്ന് പറയുന്നത്. വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ എന്തൊക്കെയുണ്ട്? വെർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ആഡ്വർബും ഉണ്ട് അല്ലെ. മൂന്നും വന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ യൂസിനനുസരിച്ചിരിക്കും നമ്മളിത് മനസ്സിലാക്കിയെടുക്കാൻ. ഓക്കെ, ദെൻ അപ്പൊ വെർബിനെ മോഡിഫൈ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെയോ മോഡിഫൈ ചെയ്യുന്നതാണ് എന്ത്? ആഡ്വർബ് എന്ന് പറയുന്നത്. ദെൻ പ്രിപ്പൊസിഷൻസ്. എന്താണ് പ്രിപ്പൊസിഷൻ? പ്രിപ്പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞു മക്കളാകുമ്പോൾ തുടങ്ങുന്നതാണ്. ഇന്ന്, ഓൺ, ഇന്നുള്ളിൽ, ഓൺ മുകളിൽ, അണ്ടർ താഴെ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ്, നിയർ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു മക്കളാകുമ്പോൾ മുതൽ പഠിക്കുന്നതാണ് ഈ പ്രിപ്പൊസിഷൻസ്. സെയിം പ്രിപ്പൊസിഷൻസ് തന്നെയാണ് ഇതും. ഇത് തന്നെയാണ് ആ സംഭവം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പ്രിപ്പൊസിഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ എ നൗൺ. എന്തിനു മുമ്പാണ് യൂസ് ചെയ്യുന്നത്? നൗണിനോ പ്രൊണൗണിനോ മുമ്പാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് എന്താണ് കാണിക്കുന്നത്? എന്താണ് പെർഫോം ചെയ്യുന്നത്? ഇറ്റ്സ് ദ റിലേഷൻ ടു സം അതർ വേർഡ് ഇൻ ദ സെന്റൻസ്. സെന്റൻസുകളെ തമ്മിലുള്ള ആ സെന്റൻസുകളെ മറ്റു വാക്കുകളുമായിട്ട് ഇത് എന്ത് ചെയ്യാണ്? അതിന്റെ റിലേഷൻസ് അത് റോൾ ചെയ്യുന്നത് ആ റിലേഷൻസ് മേക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, ആ റിലേഷൻസ് കണക്ട് ചെയ്തിട്ടാണ് ആ റോൾ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ these words are used to link one part of the sentence to another. ഇത് എന്ത് റോളാണ് ചെയ്യുന്നത്? ലിങ്കിങ് വേർഡ്സ് ആണ്. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിങ്കിങ് വേർഡ്സ് ആണ്. ഒരു സെന്റൻസിലെ ഒരു വാക്കിനെ ഒരു സെന്റൻസിലെ ഒരു വേർഡിനെ മറ്റൊരു വേർഡായിട്ട് എനിക്ക് ആ സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്? വൺ പാർട്ട് ഓഫ് ദ സെന്റൻസ് ടു അനദർ എന്നാണ് പറയുന്നത്. ലിങ്ക് വൺ പാർട്ട് ഓഫ് ദ സെന്റൻസ് ടു അനദർ. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. അണ്ടർ, ഓൺ, വിത്ത്, അറ്റ്, ഇൻ, ഓഫ്, ആഫ്റ്റർ, എഴുതിയ തീരാത്ത അത്രത്തോളം പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഓക്കെ, വളരെ വിശദമായിട്ട് എല്ലാ പ്രിപ്പോസിഷൻസും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ വരും ക്ലാസ്സുകളിൽ നമ്മൾ വളരെ വിശദമായിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി ഈ പ്രിപ്പോസിഷൻസ് എന്തിനാ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? ഒരു ഇന്നും മോണോ അറ്റൊക്കെ തെറ്റിയപ്പോൾ എന്താ സംഭവിക്കുക എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്ന മക്കളെ? സംഭവിക്കും. ഓക്കെ, ഇനി കണ്ടോളൂ. അതിന് വേണ്ടിയിട്ട് മിസ് സെയിം എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ ഇന്നും ഓണം അറ്റൊക്കെ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതിൻ്റെ സെയിം എക്സാമ്പിളാണ്. ഷീ വാസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ. അവൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഷീ വാസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ. ടേബിളിന്റെ താഴെയാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ ഷീ സ്പോക്സ് ടു മീ. ഷീ സ്പോക്ക് ടു മീ. അവൾ എന്ത് ചെയ്യാണ്? അവൾ എന്നോട് സംസാരിക്കുകയാണ്. ടു. ഷീ സ്പോക്ക് ഫോർ മീ. ഷീ സ്പോക്ക് അബൌട്ട് മീ. ഷീ സ്പോക്ക് അഗെയിൻസ്റ്റ് മീ. എന്താ അല്ലേ? വെറും ഒരു പ്രിപ്പോസിഷൻ വെച്ചിട്ട് വേർഡുകളുടെ മീനിങ് മാറി പോവുകയാണ്. അപ്പോൾ എത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഗ്രാമർ എന്ന് പറയുന്ന ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ഈ പ്രിപ്പോസിഷൻസിൻ്റെ റോൾ എത്ര വലുതാണെന്നുള്ളത് ഇതിൻ്റെ മീനിങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഷീ സ്പോക്ക് ടു മീ. അവൾ എന്നോടാണ് ഷീ സ്പോക്ക് ടു മീ. അവൾ എന്നോട് സംസാരിച്ചു. ഷീ സ്പോക്ക് ഫോർ മീ. അവൾ എനിക്ക് വേണ്ടി സംസാരിച്ചു. ഫോർ അറിയുമ്പോൾ എന്താ? വേണ്ടി. ഷീ സ്പോക്ക് ഫോർ മീ. അവൾ എനിക്ക് വേണ്ടി സംസാരിച്ചു. ഷീ സ്പോക്സ് അബൌട്ട് മീ. അവൾ എന്നെ കുറിച്ചാണ് സംസാരിച്ചത്. അവൾ എന്നെ കുറിച്ചാണ് സംസാരിച്ചത്. ഷീ സ്പോക്ക് എഗെയിൻസ്റ്റ് മീ. അവൾ എനിക്ക് എതിരെയാണ് സംസാരിച്ചത്. ഓക്കെ, എഗെയിൻസ്റ്റ് ചെയ്തിട്ടാണ് അവൾ സംസാരിച്ചത്. എന്താ അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തും ഇന്നും മോണും മറ്റും ഫോറും ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെറിയ പ്രിപ്പോസിഷൻസ് ആണെങ്കിലും ഒരു സെൻറ്റൻസിൽ പ്രിപ്പോസിഷൻ്റെ റോളാണെങ്കിലും വളരെ വലുതാണെന്നുള്ളതിനാണ് ഞാൻ ഒരേ സെൻറ്റൻസിൽ ഈ പ്രിപ്പോസിഷൻ വരുന്നതോടുകൂടി വരുന്ന ഈ വലിയ മാറ്റം അല്ലേ. എനിക്ക് വേണ്ടി സംസാരിച്ചു, എന്നോട് സംസാരിച്ചു, എന്നെ കുറിച്ചാണ് സംസാരിച്ചത്, എനിക്കെതിരെയാണ് സംസാരിച്ചത് അല്ലേ. ചെറിയ കുഞ്ഞു വാക്ക് വരുന്നപ്പോൾ തന്നെ മീനിങ് അങ്ങ് വലിയ മാറ്റമായിപ്പോയി. ഓക്കെ, ദെൻ കൺജങ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജോയിൻ. പ്രിപ്പോസിഷൻസിന്റെ പോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു പർപ്പസ് തന്നെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ. സെയിം റോൾ തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ്. ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ് ആണ്. ഓക്കെ, ഒരു സെന്റൻസിലെ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റൻസുകളെ, ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടുകളെ ജോയിൻ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓർ ഫ്രേസ് ആൻഡ് ക്ലോസ്. ഓക്കെ, ക്ലോസുകളിലും ഫ്രേസുകളിലും സെന്റൻസുകളൊക്കെ ഡിഫറെന്റ് പാർട്ടുകളെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. നോക്കാം. ആൻഡ്, ഓർ, യെറ്റ്, ഓൾദോ, ബിക്കോസ്, ആസ്, നോട്ട് ഓൺലി, എക്സെട്ര. നോട്ട് ഓൺലി ബട്ടൺസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും.
അപ്പോൾ വളരെ വിശദമായിട്ട് ഇതിൻ്റെ യൂസുകൾ ഞാൻ പറഞ്ഞ പോലെ വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വളരെ വിശാലമായിട്ടുള്ള യൂസുകളും വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളിലൂടെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഒരു ചെറിയ 2 എക്സാമ്പിൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. രാജു ആൻഡ് രാധ ആർ ഗുഡ് ഫ്രണ്ട്സ്. രാജുവും രാധ എന്താണ്, ആരാണ്, അവർ ഗുഡ് ഫ്രണ്ട്സ് ആണ്. ഇത് നിങ്ങൾക്ക് പണ്ട് ബാലരമ വായിക്കാത്ത ആർക്കാല്ലേ, ബാലരമ വായിച്ചിട്ടുണ്ടോ? രാജു രാധയും ഗുഡ് ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, ദെൻ ഹി വർക്ക്ഡ് ഹാർഡ്. ഇത് രണ്ടുണ്ട്, ഡിഫറെൻറ്റ് സെൻറ്റൻസ് ആണ്. ഹി വർക്ക്ഡ് ഹാർഡ് ബട്ട് ഹി ഡിഡ് നോട്ട് പാസ്. ബട്ട് ഹി വർക്ക്ഡ് ഹാർഡ് ബട്ട് ഹി ഡിഡ് നോട്ട് പാസ്. എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഹി ഡിഡ് നോട്ട് പാസ്. ആ വേർഡുകൾ തമ്മിൽ, ആ ഡിഫറെൻറ്റ് സെൻറ്റൻസുകൾ, ഡിഫറെൻറ്റ് മീനിങ് വരുന്ന 2 വേർഡ്സ് തമ്മിൽ ഒരൊറ്റ ബട്ട് കൊണ്ട് എന്ത് ചെയ്തു, ലിങ്ക് ചെയ്തു, ജോയിൻ ചെയ്തു, അല്ലേ? വലിയ റോളാണ് അല്ലേ? ദെൻ ഇന്റർജങ്ഷൻ. ഇറ്റ് എക്സ്പ്രസ് സ്ട്രോങ് ഇമോഷൻസ് ഓർ ഫീലിങ്സ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, പെട്ടെന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ നിങ്ങൾ എങ്ങനെ കാണിക്കുക? ഓ മൈ ഗോഡ് എന്നൊക്കെ പറയാറില്ലേ നിങ്ങൾ? ഓ മൈ ഗോഡ്, ഔച്ച് എന്നൊക്കെ പറയാറില്ലേ? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാവ്, വാവ്, അമേസിങ് എന്നൊക്കെ പറയാറില്ലേ നമ്മൾ? അലാസ്, ഔച്ച് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഇങ്ങനെ ഒരു മാർക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പറയാം. വാവ്, വാട്ട് എ പെയിന്റിങ്. എന്താണ് വാവ്, വാട്ട് എ പെയിന്റിങ്. ഓക്കെ, ഔച്ച്, യു സ്റ്റെപ്ഡ് ഓൺ മൈ ഫുട്ട്. ഔച്ച്, യു സ്റ്റെപ്ഡ് ഓൺ മൈ ഫുട്ട്. അലാസ്, ദാറ്റ് ഈസ് സാഡ്. ഓക്കെ, ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇന്റർജങ്ഷൻ യൂസ് ചെയ്യും. ഓക്കെയാണ്, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പാർട്സ് ഓഫ് സ്പീച്ചിന് ഈ ഒരു 8 പാർട്സ് ഓഫ് സ്പീച്ച് വളരെ വിശദമായിട്ട് ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്, അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വരും ക്ലാസ്സുകളിൽ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ വളരെ വിശാലമായിട്ടുള്ള ക്ലാസ്സുകളായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, see you in next class with another beautiful topic, noun. Okay.